എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡബ്ലിൻ സിറ്റിയിലെ മനോഹരമായ കാഴ്ചകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് ഏതായാലും ഡബ്ലിൻ സിറ്റിയിലെ ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട്. അതിലെ കുറേ ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കാഴ്ചകൾ സിറ്റിയിലെ ഹെൻറി സ്ട്രീറ്റിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഇവിടെ ഇതാ കോഫി ഷോപ്പിൻ്റെ മുമ്പിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള ചെയറുകളും അപ്പോൾ അതിനെ ചെറിയ ഗാർഡനുകളും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഹെൻറി സ്ട്രീറ്റിൽ ഒരുപാട് കടകളുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ആളുകൾ വന്നും പോയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാം. എപ്പോഴും നല്ല തിരക്കാണ് ഈ സ്ട്രീറ്റിൽ. ഇതാ ഇവിടെ രണ്ടുപേര് ഒരു സ്ട്രീറ്റ് പെർഫോമേഴ്സാണ്. ഒരു പെൺകുട്ടി വയലിൻ വായിക്കുന്നു, ഒപ്പം തന്നെ ഒരു ആൺകുട്ടി ഗിറ്റാർ വായിക്കുന്നു. അവരുടെ പെർഫോമൻസ് നമുക്കൊന്ന് കാണാം. നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകളാണ് അവരിതുപോലെ സ്ട്രീറ്റിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പല പെർഫോമേഴ്സിനെ നമുക്ക് ഈ സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് മാറി വേറൊരാൾ ഇതുപോലെ തന്നെ വയലിൻ വായിക്കുന്നു. വയലിൻ പെർഫോമൻസ് നടത്തുന്നുണ്ട് സ്ട്രീറ്റിൽ. ഇതാ ഈ സ്ട്രീറ്റിൽ ഫ്ലവേഴ്സ് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ സ്ട്രീറ്റിൻ്റെ ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഒരുപാട് സാധാരണ വഴിയോര കച്ചവടക്കാരെ കാണാം. ഫ്രൂട്ട്സ്, പച്ചക്കറികളൊക്കെ വിൽക്കുന്ന കച്ചവടക്കാരാണ്. ഇവിടെ നമുക്ക് സാധാരണ കുറച്ച് വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്ന ഒരു ഭാഗമാണ് ഈ സ്ഥലം. എല്ലാ തരത്തിലുള്ള സാധനങ്ങളും വിൽക്കുന്ന കച്ചവടക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും. ഷൂ ഒക്കെ വയ്ക്കുന്നത് പ്രാവുകൾ അവർ തീറ്റ തിന്നാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ഹെൻറി സ്ട്രീറ്റിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഹെൻറി സ്ട്രീറ്റിൽ നമ്മൾ പുറത്തേക്ക് കടക്കുമ്പോൾ പ്രധാന സ്ട്രീറ്റിലെത്തുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം സ്പൈർ ഓഫ് ഡബ്ലിൻ. ഇതാണ് സിറ്റി സെൻറ്ററിൻ്റെ ഒരു പ്രധാന ആകർഷണമാണ് ഇത്. സ്പൈർ ഓഫ് ഡബ്ലിൻ 121 മീറ്ററാണ് ഈ സ്പൈർ ഓഫ് ഡബ്ലിൻ്റെ ഉയരം. ഇതിൻ്റെ ചിലവ് ഏകദേശം 4.6 മില്യൺ യൂറോയാണ് ഇതിൻ്റെ ചിലവായത്. ഇത് പണിയാനായിട്ട് ചിലവായത് 2003 ജനുവരി 21 ഇത് പൂർത്തിയായി ഇത് ഈ കാണുന്ന രൂപത്തിൽ ആയിത്തീർന്നത്. മറ്റൊരു സ്റ്റാച്യു നമ്മളിവിടെ കാണുന്നത് ഫാദർ തിയോബാൾഡ് മാത്യുവിൻ്റെയാണ്. അദ്ദേഹം ഒരു ഐറിഷ് കാത്തലിക് പ്രീസ്റ്റാണ്. 19-ാം നൂറ്റാണ്ടിൽ ആത്മസംയമനം പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് മദ്യപാനത്തിൽ നിന്നൊക്കെ ആളുകൾ മോചിതരാകണം, അങ്ങനെ അതിനുവേണ്ടി ഒരു പ്രവർത്തനം നടത്തിയ ആളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്.
നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓക്കോണൽ സ്ട്രീറ്റിലാണ്. അതായത് ഇതിൻ്റെ മെയിൻ സ്ട്രീറ്റാണ്. ഡബ്ലിൻ സിറ്റിയിലെ ഒരു മെയിൻ സ്ട്രീറ്റാണ് ഓക്കോണൽ സ്ട്രീറ്റ്. ഓക്കോണൽ സ്ട്രീറ്റിലാണ് ഈ സ്പൈർ ഓഫ് ഡബ്ലിനും ഇതുപോലെ തന്നെ കുറേ സ്റ്റാച്യൂസും ഒക്കെ നമ്മൾ കാണുന്നത്. സ്പൈർ ഓഫ് ഡബ്ലിൻ പൂർണ്ണമായിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് ഇതിവിടെ പൊതുവായിട്ട് എല്ലാവർക്കും കാണാൻ വേണ്ടി വെച്ചിരിക്കുന്ന സ്ക്രീനാണ്. ഇതിൻ്റെ മറുവശത്ത് കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് ന്യൂയോർക്കിൽ നിന്നുള്ള വിഷ്വൽസ് ആണ്. ന്യൂയോർക്കിൽ നിന്നുള്ള കാഴ്ചകൾ ഇവിടെ കാണാം. ഇവിടെ നിന്നുള്ള ആളുകളെ ന്യൂയോർക്കിലുള്ളവർക്കും കാണാം. അതാണ് ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. ഈ സ്ട്രീറ്റിൽ ഇവിടെ വേറൊരാളിരുന്നിട്ട് ഗിറ്റാർ വായിച്ച് പാട്ട് പാടുന്നുണ്ട്. ഈ സ്ട്രീറ്റിൽ ഒരുപാട് ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട്. ഈ കാണുന്നത് ഒരു ഐറിഷ് ഹിസ്റ്റോറിക്കൽ മ്യൂസിയമാണ്. ഇവിടെ കണ്ടോ റോഡൊക്കെ മൊത്തം നല്ല കല്ലുകൾ പാകിയിരിക്കുകയാണ് ഈ റോഡിൻ്റെ ഈ ഭാഗത്ത്. ട്രാം ലൈനും ബസ് ലൈനും എല്ലാം ഒരുമിച്ചാണ് ഈ സ്ട്രീറ്റിൽ കൂടെ പോകുന്നത്. ഇവിടെ കാണുന്ന സ്റ്റാച്യു ജിം ലാർക്കിൻ അല്ലെങ്കിൽ ജെയിംസ് ലാർക്കിൻ എന്ന് പറയും. അദ്ദേഹം സോഷ്യലിസ്റ്റും ഒപ്പം തന്നെ ഒരു ട്രേഡ് യൂണിയൻ ലീഡറുമായിരുന്നു. ഇവിടെയുള്ള പല കെട്ടിടങ്ങളും ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള അവരുടെ പൈതൃകപരമായ അതേ കാര്യങ്ങൾ നിലനിർത്തിയിരിക്കുന്ന കെട്ടിടങ്ങളാണ്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഓക്കോണർ സ്ട്രീറ്റിൽ പിന്നെ നമ്മൾ കാണുന്ന ഒരു സ്റ്റാച്യു സർ ജോൺ ഗ്രേയുടെ സ്റ്റാച്യു ആണ്. ഇദ്ദേഹമാണ് ഡബ്ലിനിൽ വാട്ടർ സപ്ലൈ ആദ്യമായിട്ട് ആരംഭിച്ചത്. പിന്നെ കാണുന്ന ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത് വില്യം സ്മിത്ത് ഓബ്രിയാൻ്റെയാണ്. അദ്ദേഹം ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൽ ഐറിഷ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 17 വർഷക്കാലം അതിനുവേണ്ടി പ്രയത്നിച്ച ആളാണ്.
നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്റ്റാച്യു ആണ്. ഈ സ്ട്രീറ്റിൻ്റെ തന്നെ പേര് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്, ഓക്കോണൽ. അദ്ദേഹം ഒരു ഐറിഷ് നാഷണലിസ്റ്റ് ലീഡറാണ്. ഇദ്ദേഹത്തെ ദ ലിബറേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഡാനിയൽ ഓക്കോണൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. നമ്മൾ ഓക്കോണൽ സ്ട്രീറ്റിൻ്റെ ഒരറ്റത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ കച്ചവടക്കാർ ഇവിടെ തൊപ്പികളും ഒക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഓക്കോണൽ ബ്രിഡ്ജ്. ഈ ഓക്കോണൽ ബ്രിഡ്ജ് റിവർ ലിഫിക്ക് കുറുകയാണ് ഈ ഓക്കോണൽ ബ്രിഡ്ജ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനിയും ഇവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണുവാനുണ്ട്. ഈ കാണുന്ന ഈ ഹോപ്പ് ഓൺ എന്നുള്ള ബസ്, ഇത് ഒരു ടൂറിസ്റ്റ് ബസ്സാണ്. ടൂറിസ്റ്റുകൾക്ക് ആ ബസ്സിൽ കയറിയാൽ ഈ ഡബ്ലിനിലെ പ്രധാന സ്ഥലങ്ങളൊക്കെ അവർ കൊണ്ട് കാണിക്കും. അതിന് ചെറിയൊരു ഫീസുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ബിഗ് ബസ് എന്നുള്ളൊരു ബസ് നമ്മൾ കണ്ടിരുന്നു. അതും ഇതുപോലെ തന്നെ ഈ ടൂറിസ്റ്റുകളെ ഡബ്ലിനിലെ പ്രധാന സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കുന്ന ഒരു ബസ് സർവീസാണ്. ഈ കാണുന്നത് ഒരു ബാറാണ്, ചർച്ച് ബാർ എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ ഒരാളിരുന്നുകൊണ്ട് ഗിറ്റാർ വായിക്കുന്നുണ്ട്. നല്ല കഴിവുള്ള ആളുകളാണ് ഇവര്. നല്ല കലാകാരന്മാരുടെ ഒരുപാട് ആളുകളുണ്ട് ഐറിഷുകാർ. ഇവിടെ മറ്റൊരാളിരുന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. അദ്ദേഹം വായിക്കുന്ന ആ സംഗീതോപകരണം എന്ന് പറയുന്നത് അക്കോഡിയൻ എന്ന സംഗീതോപകരണമാണ്. അക്കോഡിയൻ. ഇപ്പോൾ നമ്മൾ ഓക്കോണൽ സ്ട്രീറ്റിൻ്റെ മറ്റൊരു സൈഡായിട്ടുള്ള പാർണൽ സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പാർണൽ സ്ട്രീറ്റിൽ ചാൾസ് സ്റ്റീവർട്ട് പാർണലിൻ്റെ ഒരു വലിയ സ്മാരകമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു നാഷണൽ ലീഡറാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അന്നുണ്ടായിരുന്ന ചില വീട്ടു നിയമങ്ങൾക്കെതിരെ ശക്തമായി പോരാടിയ വ്യക്തിയാണ് അദ്ദേഹം. ഡബ്ലിൻ സിറ്റിയുടെ വളരെ മനോഹരമായ കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അയർലൻഡിലെ മനോഹരമായ കാഴ്ചകൾ കാണുവാനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.